പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റി അതിൻ്റെ 11ാം പ്രതിനിധികളുടെ സംസ്ഥാനതല സമ്മേളനമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിരവധിയായ ചാരിറ്റി പ്രവർത്തനങ്ങൾ, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുന്ന മഹത്തായ പ്രസ്ഥാനങ്ങളിൽ ശ്രദ്ധേയമാണ് കാരുണ്യ എന്നുള്ള കാര്യമാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ നാട് നിരവധിയായിട്ടുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ വേദിയാകാറുണ്ട്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കേരളം മലയാളികൾ 34 കോടി രൂപ സംഭരിച്ചെടുക്കാൻ നടത്തിയ മാതൃകയായ പ്രവർത്തനം. അത് എങ്ങനെ കേരളത്തിലെ മലയാളിക്ക് ഉണ്ടായി എന്ന് ചോദിച്ചാൽ, നമ്മുടെ മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞ ഒരു ശൈലിയാണ്, പ്രവർത്തനമാണ് അന്യനെ സഹായിക്കുക എന്നുള്ള നമ്മുടെ മനസ്സും നമ്മുടെ ഉത്തരവാദിത്വം. അത് മലയാളക്കരയിലെ സാധാരണ കുഞ്ഞുങ്ങൾ മുതൽ, ചെറുപ്രായം മുതൽ അത്തരം ഒരു പ്രവർത്തന ശൈലിയിലൂടെ കടന്നു വരാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പങ്കാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ പങ്കാണെങ്കിലും അതിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന നിരവധി ഉദാഹരണങ്ങളാണ്. പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ ജാതിയോ മതമോ പ്രദേശമോ ഒന്നുമേ നോക്കാതെ ആ നിലയിലൊരു ചിന്ത നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടായതാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാണ്, അത് നിലനിർത്താൻ കഴിയുന്നതാണ് നമുക്കുള്ള ഏറ്റവും അഭിമാനകരമായ ഒന്ന്. ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പദ്ധതികൾ ജനങ്ങൾ വേണ്ടത്ര അറിയുന്നില്ല. എത്രയെത്ര ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. ഇതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം രാജ്യത്തല്ല ലോകത്ത് തന്നെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. സത്യസന്ധമായി നമ്മൾ വിലയിരുത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇല്ലായ്മകൾ എല്ലാം മാറ്റിയെടുക്കണമെന്ന ചിന്ത ഈ കേരളത്തിലെ ഏത് ഗവൺമെൻറ് എന്നല്ല, ഗവൺമെൻറ്റുകൾക്കല്ലാതെ. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. മലയാളിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ജീവിതക്രമമാണ് ഈ കുറവുകൾ, ഇല്ലായ്മകൾ, പോരായ്മകൾ മാറ്റാനുള്ള കൈത്താണ്. ഇവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയാണ്, നമ്മൾ വളരെ ചെറുനാളുകളിൽ തന്നെ, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പരിസരത്ത് ഒരാളിന് അസുഖം ബാധിച്ചാൽ അസുഖബാധിതനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള വാഹന സൗകര്യം ഒരുക്കുമ്പോൾ മുതൽ സപ്പോർട്ട് ചെയ്യുന്ന, സഹായിക്കുന്ന ഒരു രീതി നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരാൾ മരണപ്പെട്ടാൽ ആ ബോഡി അവിടെ എത്തിക്കാൻ ആംബുലൻസിന് ഉൾപ്പെടെ പണം സംഭരിച്ചു കൊടുത്ത് അതെത്തിച്ച് ചടങ്ങുകൾ നടത്തി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമൂഹം ഇടപെടുന്ന കണ്ടിട്ടില്ല. എത്രയോ സംഭവങ്ങൾ ഇല്ലേ, എത്രയോ സംഭവങ്ങൾ. അത് ഏതെങ്കിലും മതമോ ജാതി നോക്കിയിട്ടാണല്ലോ. ഇതുപോലെ തന്നെ കൂട്ടായ്മകൾ, എന്തിന് നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞ് നല്ല റിസൾട്ടോടുകൂടി ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിയാതെ വരുന്ന കുട്ടികളെ എത്രയോ ആളുകൾ ദത്തെടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നു. ചിലരെല്ലാം പറയുന്നത് പുറത്തറിയരുതെന്നാണ്. ഞാൻ കോർപ്പറേഷനിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോൾ നമ്മുടെ സുക്കാറിനെ ഞങ്ങൾ ഒരുമിച്ചാണ് കോർപ്പറേഷൻ ഉണ്ടായത്. നമ്മുടെ നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന ആദ്യമായിട്ടാണ് അന്ന് കുടുംബശ്രീ സംവിധാനത്തിലൂടെ സ്ത്രീകളുടെ കൂട്ടായ്മ അവരെ മുന്നിൽ നിർത്തി ഈ മാലിന്യ ശേഖരണവും അത് ഡിസ്പോസ് ചെയ്യാനും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്കുള്ള ഒരു ഇൻ്റർമീഡിയറി സംവിധാനം, ഒരു മിഡിൽ ആയിട്ട് പ്രവർത്തിച്ചവരാണ്. ആദ്യഘട്ടത്തിൽ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അവർക്കൊരു തരത്തിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പൈസ സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം അതൊരു പ്രോജക്റ്റായി ഗവൺമെൻറ് അംഗീകരിച്ചാൽ മാത്രമല്ലേ അതിനെ കൊടുക്കാൻ കഴിയും. നമ്മൾ രൂപം കൊടുത്തൊരു സന്നദ്ധ പ്രവർത്തകരിൽ നിന്നെടുത്ത് ഒരു പദ്ധതിയാക്കി തുടങ്ങിയതാണ്. ഈ മറ്റൊരു ചെവി അറിയാതെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നാട്ടിൽ. അതിലൊരു കുടുംബമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് ആളുകളെ അറിയിച്ച് ബോധ്യപ്പെടുത്തി അങ്ങനെ ആളുകളുടെ മുന്നിൽ വെച്ച് ആ സംഭാവനയെക്കുറിച്ചുള്ള വിശദീകരണം നടത്തുന്നതിന് ഇഷ്ടപ്പെടാത്തൊരു കുടുംബം. ഞാൻ അന്വേഷിച്ചപ്പോൾ 22 ലക്ഷം രൂപ ആ പ്രവർത്തനം നടത്തി തരാൻ വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ചിലവായി. എന്ന് മാത്രമല്ല, ഈ യൂണിഫോം തയ്ക്കുന്നതിനുള്ള ചെലവ് കൂടി, തയ്യൽ കൂലി കൂടി അവിടെ വെച്ച് ആ വന്ന എല്ലാ സ്ത്രീകൾക്കും. അപ്പം ഞാനീ പറഞ്ഞത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് കടന്നു പോകുന്ന നിരവധി കുഞ്ഞുങ്ങളെ കേരളം ഇതുപോലുള്ള നന്മ നിറഞ്ഞ മനസ്സുകൾ കൈവച്ചത് കൊണ്ട്, കൈത്താങ്ങ് കൊടുത്തത് കൊണ്ട് അവർക്ക്
ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല നിലയിലേക്ക് എത്താൻ കഴിഞ്ഞ ആയിരക്കണക്കായിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും. ഓല മേഞ്ഞു കൊടുക്കാൻ, ഓട് മേഞ്ഞു കൊടുക്കാൻ, വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞാൻ എങ്ങനെ കഴിഞ്ഞത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നന്മ നിറഞ്ഞ മനസ്സുകൾ, അവരുടെ സഹായത്തോടു കൂടി അതിനാവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവരുടെ സഹായത്തോടു കൂടി ആ നിലയിൽ വാങ്ങിക്കൊടുക്കാൻ കഴിയും. കാരുണ്യ എന്ന ഈ പ്രസ്ഥാനത്തെ പോലെ തന്നെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ കേരളത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നന്നായി നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്തരമൊരു മനസ്സ് മലയാളിക്കുണ്ടായത് ഇന്ന് ആ മനസ്സിനെ പുറകോട്ടടിക്കുന്ന തരത്തിലേക്കുള്ള ചിന്തയുടെ വിഷവിത്ത് വിതച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളാരും മറന്നുപോയി. അവിടെയാണ് നമ്മുടെ സാഹോദര്യവും നമ്മുടെ ഐക്യവും നമ്മുടെ സ്നേഹവും ഇല്ലായ്മ ചെയ്യാനുള്ള ദുഷ്ട മനസ്സുകൾ നമ്മുടെ മുന്നിൽ തല ഉയർത്തുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വേറിട്ട ഒരു പ്രദേശമായി ഈ കേരളം മാറിയത്, ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട്. മഹാനായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്താ ഈ കേരളത്തെക്കുറിച്ച്? അവിടെ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന തരത്തിൽ മറ്റു പല സംസ്ഥാനം, ഇവിടെ നോക്കൂ, ഒരു ചെറിയ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. ഈ കേരള അതിർത്തി വിട്ട് നമ്മൾ വടക്കോട്ട് പോയാൽ നിരവധി കുഞ്ഞുങ്ങളെ റെയിൽവേ സ്റ്റേഷനിലും യാത്രാമധ്യയും നമുക്ക് ഭിക്ഷാപാത്രമായി നിൽക്കുന്ന രംഗം ഇന്നും കാണാൻ കഴിയും. രാജ്യം സ്വാതന്ത്ര്യമായി 75 വർഷം കഴിയുമ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയല്ല, കൂടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് കേരളമെന്ന ഈ നമ്മുടെ മലയാള നാട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോകത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകം എന്നല്ലേ നമ്മൾ കാണുന്നത്. നമുക്ക് കുറവുകളൊക്കെ ഉണ്ട്, ഇല്ലായ്മകളൊക്കെ ഉണ്ട്, പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് മാറാൻ കഴിഞ്ഞത് ഞാനും നിങ്ങളും മാത്രമല്ല, കേരളത്തിലെ മലയാളിയുടെ സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫലമായിട്ടാണ് എന്നുള്ള കാര്യം കൂടുതൽ കൂടുതൽ ചിന്തിക്കേണ്ടുന്ന ഒന്നാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി കാരുണ്യ നമ്മുടെ പൂടനാട് സുധീറിൻ്റെയും പനച്ചമൂട് ഷാജഹാൻ്റെയും മുൻകൈയിൽ നല്ല മനസ്സുകളുടെ സഹായത്തോടു കൂടി ഇവിടെ ഇന്ന് നിർവഹിക്കുന്നത് പോലെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എല്ലാ പിന്തുണയും സപ്പോർട്ടും എല്ലാ പ്രോത്സാഹനവും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ പൊതുപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ച് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.